പ്രതിസന്ധികളോളം ഒരു മനുഷ്യനെ ഒന്നും പഠിപ്പിക്കാറില്ല. പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന ഓരോ മനുഷ്യനും അവനെക്കുറിച്ചും അവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കും. ഒറ്റയ്ക്കുള്ള എൻ്റെ ഈ യാത്രയിൽ പ്രതിസന്ധികൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് യാത്ര തുടങ്ങി 1-ാം ദിവസം തന്നെ നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. റോക്കി ബാൽബോവ പറഞ്ഞൊരു വചനം ഓർക്കുകയാണ്. It's not about how hard you can hit. It's about how hard you can get hit and keep moving forward. How much you can take, keep moving forward. That's how winning is done. So 180 kilometers more to Bangalore and ആസ് പെർ മാപ്പ് എനിക്ക് 165 കിലോമീറ്റർ പോയാൽ മതി. വെളിച്ചമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ആകാശത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, കുറച്ചുകൂടെ നീലയായി. ഇനി നല്ല ഇരുണ്ടിരിക്കുകയായിരുന്നു, രാത്രിയായിരുന്നു. അപ്പം ഫ്രണ്ടിൻ്റെ കാൽക്കുലേഷന് 7 മണിക്ക് ഞാൻ ബാംഗ്ലൂരിൽ വീട്ടിൽ എത്തേണ്ടതായിരുന്നു. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താൽക്കാലികമായിട്ട് ഒരു ദിവസത്തേക്കുള്ളൊരു താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ പോരി പോകുന്ന വഴിക്ക് ഈ ഒരു സൈഡിലൊരു മലയുണ്ട്. ഈ മലയുടെ മേളിൽ ആക്ച്വലി നല്ല ഒരു മഞ്ഞാണോ ഇല്ലെങ്കിൽ മേഘങ്ങൾ തന്നെയാണോ അവിടെ ഒന്ന് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു വൈറ്റ് കളർ, ഒരു എന്താ പറയുക, കുറച്ച് പഞ്ഞി എടുത്ത് അവിടെ വെച്ച പോലെ ഉണ്ട്. ഉന്മേഷം വീണ്ടെടുക്കാൻ ഒരു ഡബിൾ സ്ട്രോങ് കാപ്പി, കുറച്ച് വെളിച്ചം വന്നു. കോഫി കുടിച്ചിട്ട് ഒരു ഡ്രോൺ അടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ധർമ്മപുരി ഏരിയ, ഈ പറഞ്ഞ സ്ഥലം എങ്ങനെയുണ്ട്. അതും കൂടെ കണ്ടിട്ട് വണ്ടി എടുത്ത് നോക്കാം. എൻ്റെ പൈസ So ചെറിയൊരു സബ്സ്ക്രൈബറും കൂടെ ഒക്കെ വഴി വെച്ചിട്ട്, I didn't know I have subscribers whom I can meet on the highway, so he came and said hi to me. Kind of surprising that I also have subscribers. And this is just a platform for me to share my stories and my ideas and stuff like that. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ചാനലാണ്. ഞാൻ ഈ ചാനൽ ഒരിക്കലും മോണിറ്റൈസും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഗുണമൊന്നുമില്ല. ബട്ട് യെസ്, ഇഫ് ഐ ക്യാൻ ഇൻസ്പയർ few young minds to do riding and do riding in a responsible manner, കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ നമുക്കാരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു മൂത്തോന്നായെന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലെറ്റ് മീ ഓൾസോ ടെൽ ഇറ്റ് ടു ദ വേൾഡ്. ഡബിൾ കോഫി അടിച്ചതിന് ശേഷം ആ തലയിൽ ആ കിറുക്ക് അങ്ങ് പോയി കിട്ടി. ഇപ്പം ഫുൾ അലേർട്ട്നെസ്. ഡബിൾ കോഫി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെയെങ്കിലും ഇതുപോലെ ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ല പഞ്ചസാര ഒന്നും ഇടാത്ത ഡബിൾ കോഫി അടിക്കുക. നമ്മുടെ ഉറക്കമോ ക്ഷീണമോ എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ അത് പമ്പ് കിടക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് റൈഡ് ചെയ്യുന്ന കാര്യമുള്ളൂ. ഈ ഒരു ബ്രേക്ക് എടുത്തു. ഈ ഒരു ബാറ്ററി ആക്ച്വലി തീരാറായി ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് 9 hours ഓൺ ദ റോഡ് നൗ. വലിയ ഡിസ്റ്റൻസ് ഒന്നും കവർ ചെയ്തില്ല. സോ ഐ എം സർപ്രൈസ്ഡ് ആക്ച്വലി. ആൻഡ് 4 kilometers ടു ഗോ ടു മൈ ഡെസ്റ്റിനേഷൻ. അയ്യോ, ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ മണ്ണൊക്കെ ഒരുവിധം ചവറായി കിടക്കുക. വി സ്റ്റാർട്ട്. ഏതെങ്കിലും ഒരു കട കണ്ടുപിടിച്ച് ഈ ഒരു സാധനത്തിൽ നിന്ന് ശരിയാക്കണം. ട്രബിൾഡ് മീ ഇനഫ്. സോ വിത്ത് ദാറ്റ് ഐ തിങ്ക് കൃഷ്ണഗിരി ടൗൺ നമ്മൾ ബൈപ്പാസ് ചെയ്യാണ്. കൃഷ്ണഗിരി കഴിഞ്ഞാൽ ഇനിയുള്ള ഒരൊറ്റ മേജർ ടൗൺ ഈ റൂട്ടിൽ ഹൊസൂറാണ്. ഹൊസൂറും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി അറ്റ് ദി ഫുഡ് സ്റ്റെപ്സ് ആക്ച്വലി ഓഫ് ബാംഗ്ലൂർ. റോഡ് കൂടെ പോകുമ്പോൾ ഇതുപോലെ ചില കൗതുക കാഴ്ചകളും കാണാൻ പറ്റും. വാട്ട് യു ആർ സീയിങ് ഹിയർ ഈസ് വൺ ഓഫ് ദി ഫാൻസ് ഓഫ് ദി വിൻഡ് മിൽ. സോ വിൻഡ് മില്ലിൻ്റെ ഒരു ബ്ലേഡാണ് ആക്ച്വലി ഇത്. ഈ കൊണ്ടുവന്ന ട്രെയിലറിന് മുമ്പിലും ഒരു ഗൈഡ് വെഹിക്കിൾ ഉണ്ടാവേണ്ടതാണ്. അത് ഈ പ്രാവശ്യം ഉണ്ടോയെന്ന് അറിയത്തില്ല. സാധാരണ ഈ നാഷണൽ ഹൈവേ 44 വരുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം കാണുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ തിരുനെൽവേലി കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ കുറേ വിൻഡ് മിൽസ് ഉണ്ട്.
സോ അതിൻ്റെ ബ്ലേഡ്സ് ആണ് ഈ പറഞ്ഞ സാധനം. വിത്ത് ദാറ്റ് വി ഹാവ് റീച്ച്ഡ് ഹൊസൂർ ടൗൺ. ഹൊസൂർ ടൗണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഹൊസൂർ ടൗണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് സൈഡിൽ പോലെ യെല്ലോ ബാരിക്കേഡിങ് ആയിരിക്കും. സോ ബേസിക്കലി കൺട്രോൾ ആക്സസ്ഡ് ആണ് ഇവിടുത്തെ ഹൈവേ സ്ട്രെച്ച്. പക്ഷേ നല്ല ട്രാഫിക്കാണ്. മൺഡേ മോർണിംഗ് ആണ്, early Monday morning. നല്ല മഴക്കോളുണ്ട്, എപ്പോൾ വേണേലും മഴ പെയ്യാം. ജസ്റ്റ് 44 kilometers ടു ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് വേണം നമുക്ക് ഈ സാധനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ. സമയം കിട്ടുവാണെങ്കിൽ ഈ ബെനലിയുടെ പ്രശ്നം ഇപ്പോൾ ദാണ്ട് ആ ഇൻഡിക്കേഷൻ ലാമ്പ് പോയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ജസ്റ്റ് വാനിഷ്ഡ്. ചില സമയത്ത് വരും, ചില ഇഷ്ടത്തിന് പോവും. ഹൊസൂർ സിറ്റിക്ക് ബൈ ബൈ. നമ്മൾ ഹൊസൂർ സിറ്റി ടോൾ റോഡ് ആൻഡ് കർണാടകയുടെ ഫ്ലാഗ് ഇതോടെ കർണാടക സംസ്ഥാനം തുടങ്ങിയിരിക്കുന്നു. സോ കർണാടകയിൽ എത്തിയപ്പം തന്നെ നല്ല ട്രാഫിക് ഉണ്ട്. ഇതിന് 6 മണി ഇവിടെ വരണം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാനിങ്. പക്ഷേ പ്ലാനിങ് മുഴുവൻ പാളിച്ചു പോയി. സോ ഫൈനലി അങ്ങനെ ഞാനും ബാംഗ്ലൂരിൻ്റെ മെഗസ്റ്റിക് ട്രാഫിക്കിനകത്ത് പെട്ടിരിക്കുകയാണ് ഗൈസ്. ഇനി എപ്പോൾ ഇവിടുന്ന് ഞാൻ രക്ഷപ്പെട്ട് വീട്ടിൽ എത്തുമെന്ന് അറിയില്ല. 1.5 മണിക്കൂർ സമയം വേണ്ടി വരും. ഫുൾ റോഡ് ട്രാഫിക്കാണ്. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ കാര്യം. ആ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി കുന്തും കുടിയിലേക്കാണ് മനുഷ്യൻ വീണത്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ മനുഷ്യൻ ഓടി റോഡ് തീർക്കും? എന്തായാലും നോക്കാം. കർണാടക എന്നുള്ളൊരു സംസ്ഥാനം വിളി, ഇതിൻ്റെ മെയിൻ ബാംഗ്ലൂർ സിറ്റിയിലാണ് ഇതുപോലത്തെ റോഡ്. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ ഇൻറ്റീരിയർ കർണാടകയിൽ എങ്ങനെയായിരിക്കും? ഈ കാര്യത്തിൽ കേരളം തന്നെ ഭേദം. ആദ്യമൊക്കെ ഞാൻ കേരളത്തിനെയാണ് പഴി പറഞ്ഞത്. പക്ഷെ ഇപ്പം ഐ റിയലൈസ് കേരളം ഇസ് മച്ച് ബെറ്റർ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി ട്രാഫിക് ഒഴിവാക്കാൻ ഒരു സർവീസ് റോഡ് കിട്ടി. അങ്ങനെ നീണ്ടൊരു 10 മിനിറ്റിൻ്റെ മൽപ്പിടുത്തത്തിന് ശേഷം ഞാൻ ട്രാഫിക് ജാമിൽ നിന്ന് ഊരി രക്ഷപ്പെട്ടു. അനേക്കൽ എന്ന് പറഞ്ഞ സ്പോട്ടാണ്. അനേക്കൽ ഇതുവരെ ഔട്ട്സ്കേർട്സ് ആയിട്ടുള്ളൂ ഇൻ ബാംഗ്ലൂർ. നോട്ട് ഈവൺ ഇൻസൈഡ് ബാംഗ്ലൂറിനോ. അപ്പോൾ ഇൻസൈഡ് എത്തുമ്പോഴത്തേക്ക് എന്താ അവസ്ഥയാവുമെന്തോ. സോ വിൽ ജസ്റ്റ് മൂവ് ഓൺ. വേറെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് നീങ്ങിയപ്പം ആദ്യമായിട്ട് ബൈക്കിന് ടോൾ കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. ഇവിടെ എലിവേറ്റഡ് ഹൈവേ ഉപയോഗിക്കണമെങ്കിൽ ടോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എലിവേറ്റഡ് ഹൈവേയിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ചെന്നെത്തിയത് ബാംഗ്ലൂരിലെ ഉൾറോഡുകളിലാണ്. എൻ്റെ ലഡാക്ക് ട്രെയിനിങ് ഇന്ന് ഇവിടെ തന്നെ ബാംഗ്ലൂരിൽ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ബാംഗ്ലൂർ ശബ്ദം എടുത്തിരിക്കുക. ഞാൻ ഇന്ന് ലഡാക്ക് ട്രെയിനിങ് ഫുൾ സ്ലഷിയും മഡും ചളി തന്നെ ഫുൾ. ഒരു സ്ട്രെച്ച് നല്ലൊരു റോഡില്ല. എനിക്കറിയത്തില്ല ഇവർ തന്നെ എന്നെ ഈ വഴി ഇല്ലാത്ത വഴിയിലേക്ക് ഇവർ കൊണ്ടുവരുന്ന ഈ ഗൂഗിൾ മാപ്സ്. ഒരു പരിവായി മനുഷ്യൻ കഴിക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. സിമ്പിൾ വടയും കുറച്ച് പൊങ്കൽ, ചട്നി. സിമ്പിൾ ആഹാരം, സിമ്പിളായിട്ട് കഴിക്കുക. ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകും. കഠിനമായ ഏതൊരു യാത്രയ്ക്ക് ശേഷം കഴിക്കുന്ന ഒരു ആഹാരത്തിൻ്റെ സ്വാദ് എപ്പോഴും കൂടുതൽ തന്നെയാണല്ലേ. ഇപ്പം ഞാൻ LBC മോട്ടോറിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ്, അതായത് നമ്മുടെ അസീസിൻ്റെ വീട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഈ ഗെയിം എ ബ്രാൻഡ് ന്യൂ ഡിസ്പ്ലേ ആക്ച്വലി വിത്ത് ബ്രാൻഡ് ന്യൂ 2 TPMS. ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ പ്രശ്നം കണ്ടത്. ഇതാണ് പ്രശ്നം. ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേയിൽ വന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പം ബെനലി സർവീസിൽ വിളിച്ചു ചോദിച്ചപ്പം അവർ പറഞ്ഞ സ്റ്റാർട്ടർ റിലേ കംപ്ലൈൻ്റ് ആയി, അതായത് സ്റ്റാർട്ടർ റിലേ റീപ്ലേസ് ചെയ്യണം. സോ ഇപ്പം ഞാനൊരു പൊടി കൈ നോക്കി ഞാൻ നോക്കട്ടെ ഇത് സ്റ്റാർട്ടർ റിലേ റീസെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ചെയ്തിട്ട് പോയി ബാംഗ്ലൂർ സർവീസിൽ കൊണ്ടുപോയി ആ സാധനം റീപ്ലേസ് ചെയ്യണം. എല്ലാ റൈഡ് പോകാൻ നേരത്തെ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കൊണക്ഷൻ നടക്കാറുണ്ട്. സോ ഐ എം ആക്ച്വലി സർപ്രൈസ്ഡ്. ഇപ്പോൾ ഇതാണോ പ്രശ്നമില്ല, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന്. സോ നമ്മുടെ ലൈഫിൽ അഡ്വഞ്ചർ എന്ന സാധനം ലഡാക്ക് പോകുന്നത് മാത്രമല്ല, ഇതുപോലെ ഈ വണ്ടി ചില സമയത്ത് നമുക്ക് 8ൻ്റെ പണിയും തരാറുണ്ട്. സോ റൈറ്റ് നോ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്തു. ഓൾ താങ്ക്സ് ടു അസീസ് ദ മാൻ. അസീസാണ് എന്തൊക്കെയോ ഷോർട്ട് ചെയ്തിട്ട് വിതൗട്ട് കീ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ദർ ഇസ് നോ കീ ആൻഡ് ദ വെഹിക്കിൾ ഹാസ് സ്റ്റാർട്ടഡ്. സോ ഇതിന് നേരെ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകാൻ ഞാൻ വേറെ ഓപ്ഷൻ ഇല്ല. ഇറ്റ് ഈസ് ദാറ്റ് ഫ്രസ്ട്രേറ്റിംഗ്. ഒരു ദിവസം നൈറ്റ് റൈഡ് ചെയ്തുകൊണ്ടും അഡ്വഞ്ചർ ഡസൻറ്റ് ഗെറ്റ് ഓവർ. ലെറ്റ് മീ ഗോ ഡയറക്ട്ലി ദർ. അവിടെ പോയിട്ട് ഇനി ബാക്കി പരിപാടി എന്തോന്ന് നോക്കാം. ഇറ്റ്സ് ആക്ച്വലി എ വയർ കട്ട് ഇഷ്യൂ. വയർ കട്ട് ആണെങ്കിൽ ഐ ഹാവ് നോ ഐഡിയ ഹൗ ടു റിസോൾവ് ദിസ്. ലെറ്റ്സ് ഗോ ദർ ആൻഡ് ഹാവ് എ ലുക്ക്. സോ ബൈക്ക് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് ഡൊമലൂരിലെ ബെനലി സർവീസ് എത്തിച്ചു. ഇതാണ് ശേഖരണ്ണയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഞാൻ അസീസിൻ്റെ കൂടെ പോയി ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഞാൻ പറയാം വാട്ട് ഇസ് ദ പ്രോബ്ലം ആൻഡ് വാട്ട് വി ആർ ഡൂയിങ് അബൌട്ട് ഇറ്റ്. 20 minutes later. കൊച്ചിയിൽ നിന്ന് യാത്ര തുടങ്ങിയ ഞാൻ അവസാനം ആഹാരം കഴിക്കാൻ വന്നിരിക്കുന്നത് ഹോട്ടൽ ഫോർട്ട് കൊച്ചിയിലാണ്.
സോ അതൊരു നിമിത്തം തന്നെ എന്നെ അസീസ് കൊണ്ടുവന്നിരിക്കുന്ന ഹോട്ടലിൽ ആഹാരം കഴിക്കുക ഇന്നത്തെ ലഞ്ച് കേരള ഫുഡ് കേരള സ്റ്റൈൽ എല്ലാം ഇവിടുത്തെ ഓൾഡ് കൊച്ചി ഹോട്ടൽ തന്നെയാണ്. സോ പ്രോബ്ലം ബൈക്കിൻ്റെ വളരെ സിമ്പിളാണ്. ആക്ച്വലി പ്രശ്നം ബൈക്കിൻ്റേതല്ല, അല്ലാതെ എൻ്റെ തെറ്റാണ്. ഒരു GPS കോമ്പണൻറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിക്കലും ഒരു മെക്കാനിക് ഡേയിൽ വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് സൂപ്പർ ബൈക്കിൻ്റെ വയറിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും വലിയ പിടിയില്ലായിരുന്നു. പോസിറ്റീവ് സപ്ലൈ എടുക്കാൻ വേണ്ടി ആൾ ഇഗ്നീഷനിൽ തന്നെ ഡയറക്റ്റ്ലി പോസിറ്റീവ് സപ്ലൈ എടുക്കുകയായിരുന്നു. അങ്ങനെ ചെയ്തൊരു പ്രശ്നം കാരണം പോസിറ്റീവ് സപ്ലൈയിൽ പോകുന്ന ഒരു വയറിൻ്റെ ലെങ്ത് വളരെ ഷോർട്ടായി. അത് ഇതുപോലെ 2-3 പ്രാവശ്യം അതിന് പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ പുട്ട് ദ ലിങ്ക് സംവെയർ ഓവർ ദ കോർണർ. ഐ ഡിഡ് ഇറ്റ്, ഐ ലേൺ ദ മിസ്റ്റേക്ക്. അത് റെക്ടിഫൈ ചെയ്തതായിരുന്നു. കുറേ നാൾ വണ്ടി ഓടി. പക്ഷേ നിമിത്തം പോലെ ഇന്നത് ബാംഗ്ലൂരിൽ ഞാൻ എത്തിയ ശേഷമാണ് അത് പ്രശ്നം പിന്നെയും വന്നത്. സത്യം പറഞ്ഞാൽ ഇത് വെരി റിസ്ക്കിയാണ്. അതായത് വണ്ടി ഇപ്പം ഏത് ഹൈവേ വേണേലും നിന്ന് സ്വിച്ച് ഓഫായി പോകേണ്ട ആവശ്യമുള്ളൂ. RSC ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നല്ലപോലെ പെടും. ഇപ്പം ഹൈദരാബാദിനായിരുന്നു യാത്ര തിരിക്കേണ്ടിയിരുന്നത് ടുവേർഡ്സ് ഹൈദരാബാദ്. ഓൾമോസ്റ്റ് ഒരു 560 കിലോമീറ്റർ, അതായത് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വരുന്നോളം അത്രയും ദൂരം തന്നെ അങ്ങോട്ടുമുണ്ട്. ഇടയിൽ എവിടെയെങ്കിലും വെച്ച് വണ്ടി ഷട്ട് ഡൗൺ ആയിരുന്നെങ്കിൽ വൻ പണിയായി. അതായത് ബാംഗ്ലൂരിലും അല്ല, എന്നാൽ ഹൈദരാബാദിലും അല്ല. സോ ഭാഗ്യമുണ്ട്, അതായത് ലക്ക് ഇവിടെ വന്നിട്ടാണ് അത് സംഭവിച്ചത്. പക്ഷേ നോ വാട്ട് ടു ഡു. ഇപ്പോൾ ബെനല്ലി സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. അവിടെ ശേഖർ അണ്ണയാണ് അവിടെ സർവീസ് ലീഡ്. സോ ഐ എം ഷുവർ ഹീൽ ബി ഏബിൾ ടു ഫൈൻഡ് സം സൊല്യൂഷൻ. ചിലപ്പം റീസോൾഡർ ചെയ്യുമായിരിക്കും, ചിലപ്പോൾ വയറിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടി വയ്ക്കുമായിരിക്കും. വയർ കട്ടായത് കൊണ്ട് ഇറ്റ് ഈസ് എ വാറണ്ടി ഇഷ്യൂ അല്ല, അത് ഒരു വാറണ്ടി ക്ലോസ് ഇൻവാലിഡ് ആയിപ്പോൾ. അപ്പം പൈസ അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കേണ്ടി വരും. ലഞ്ച് എത്തി കഴിഞ്ഞു. ലഞ്ചും നമ്മൾ കഴിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡൊന്നുമല്ല. ഞാൻ കഴിക്കുന്ന നെയ്ച്ചോറും കുറച്ച് സാലഡും ചെമ്മീൻ ഫ്രൈയും പിന്നെ കുറച്ച് ചിക്കൻ വരാറുണ്ട്. അസീസ് സാബ് കഴിക്കുന്ന ഫുഡ് നാടൻ സദ്യ. സോ അസീസ്, എന്താണ് ഇന്നത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു ദിവസം? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഈ പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമൊക്കെ ഡെസ്പായി പോയി. എന്ത് ചെയ്യണം, എവിടെ പോകണം, അറിയാത്ത സ്ഥലം. പക്ഷെ അതാ പറയുന്നത്, ചില സമയത്ത് നമ്മൾ നന്മ ചെയ്ത ഒരാളാണെങ്കിൽ ദൈവം കറക്റ്റ് സമയത്ത് നമുക്ക് കറക്റ്റ് ആളെ അയച്ചു തന്നിരിക്കും. ദൈവവിശ്വാസി ആണെങ്കിലും ഇല്ലെങ്കിലും ദിസ് ഇസ് ദ ട്രൂത്ത് ഓഫ് ലൈഫ്. എനിക്ക് എല്ലാ പ്രാവശ്യം, അത് എപ്പോഴൊക്കെ എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇൻക്ലൂഡിങ് റൈഡിങ് സമയത്ത്, someone is always there to help me out. One eternity later. സമയം ഇപ്പം ഓൾമോസ്റ്റ് 3:45. വി ആർ ബാക്ക് അറ്റ് കീവേ ബെനലി സർവീസ് ദൊംലൂർ. വണ്ടി ഇപ്പം അകത്ത് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഇൻ ആൻഡ് ഹാവ് എ ലുക്ക്. സത്യത്തിൽ കൈൻഡ് ഓഫ് ഗിവ്സ് എ ലോട്ട് ഓഫ് ടെൻഷൻ, ബട്ട് വി ഹാവ് ടു ഗോ ത്രൂ ദിസ് സിറ്റുവേഷൻ. അതാണ് എപ്പോഴും റൈഡർ ലൈഫിൽ ഇങ്ങനെ പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. പ്രോബ്ലംസ്, ഇഷ്യൂസ്, ഇതെല്ലാം മറികടക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചാലഞ്ച് വെൻ യു ആർ റൈഡിങ് ലോങ് ഡിസ്റ്റൻസസ്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ദിസ് വാസ് എ പെക്യൂലിയർ ചാലഞ്ച്. ഈ പ്രശ്നം ശരിയായില്ലെങ്കിൽ റൈഡ് ബാംഗ്ലൂരിൽ വെച്ച് നിർത്തി നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. സർവീസ് സെൻറ്ററിൽ നിന്ന് നല്ല തിരക്കുണ്ടായതുകൊണ്ട് കാത്തിരിക്കുക എന്നല്ലാതെ വേറെ ഉപായമൊന്നുമില്ല. തെക്കോട്ടും വടക്കോട്ടും കുറേ നേരം നോക്കിയിരുന്ന് സമയം കളഞ്ഞു. ഏതോ മാഗസിൻ്റെ താളുകൾ മറിച്ചു നോക്കി. ലഡാക്ക് റൈഡ് എന്ന സ്വപ്നം പിന്നെ ഒരു സ്വപ്നമായി തന്നെ തുടരുമോ? ഇപ്പം 5 മണിയോളമായി. ബൈക്ക് ഇവിടെ ഇരിക്കുകയാണ് ബെനലി സർവീസിൽ. ചില സമയത്ത് ലൈഫിൽ വരുന്ന പരിസ്ഥിതികളുണ്ട്. ഇറ്റ്സ് റിയലി ചലഞ്ചിങ്. ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി വരുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല. സിമ്പിൾ കാര്യമാണ്. ഇതാ ഈ ഒരു 3 പിൻ വേണ്ടിയാണ് ഇത്രയും പ്രശ്നം നടക്കുന്നത്. ഈ ഒരു 3 പിൻ സത്യത്തിൽ ഇത്ര ഈസി കിട്ടാനുള്ള സാധ്യതയല്ല. അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കോമ്പണൻ്റ് അല്ല ആക്ച്വലി ഈ ഒരു സാധനം. ഇതിപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഫിറ്റ് ചെയ്തിട്ട് എപ്പോഴേ പോകുമായിരുന്നു. ഇത് വല്ല ഔട്ട്സൈഡ് മാർക്കറ്റിൽ നോക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഇവിടെ ബെനലി സർവീസും ഒരു 15-20 ദിവസമൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വരും. ടിൽ ദ ടൈം ബെനലിക്കാരത് കമ്പനിയിൽ നിന്ന് വരുത്തിച്ച് പിന്നെ അത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പോലും ഫുൾ ലോക്ക് സെറ്റും വയറിങ് ഹാർനസ് എല്ലാം മാറണം. സിമ്പിൾ ഈ ഒരു പിൻ മാറ്റേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട്. സോ കട്ട വെയിറ്റിംഗ് ആണ്. എപ്പോഴാണ് ഇനി നടക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്ന് കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല. നാളെയാണ് ബെനലി സർവീസിൻ്റെ ഇവിടുത്തെ അവധിയും കൂടെയാണ്, ട്യൂസ്ഡേ. സോ ലഡാക്ക് റൈഡ് എങ്ങനെ പോകും എന്നൊക്കെ ഇന്ന് വൈകിട്ട് 7 മണിയോടെ അറിയാം. അപ്പോഴത്തേക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ പണിയാകും. വണ്ടി ഇവിടെ ചിലപ്പോൾ 10-25 ദിവസത്തേക്ക് ഇവിടെ വെച്ചിട്ട് പോകേണ്ടി വരും. But as they say, God works in miraculous ways. എവിടുന്നാന്ന് അറിയത്തില്ല, ശേഖർ എണ്ണയ്ക്ക് ആ 3 പിൻ കിട്ടി. അത് ഉടനെ തന്നെ ഫിറ്റ് ചെയ്ത് വണ്ടിയുടെ ട്രയൽസ് എടുത്തു. എന്നാലും ചെറിയ 1-2 പ്രശ്നങ്ങൾ പിന്നെയും ഉണ്ട്. സംതിങ് ഇസ് ഹാപ്പനിങ്. 1750
5:50 ആകുന്നു ആൻഡ് ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടി റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഫോഗ് ലാംപ്സ്, അതായത് ഈ ചെറിയൊരു ഫോഗ് ലാമ്പ് ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് എനിമോർ. പക്ഷേ മെയിൻ ഫോഗ് ലാംപ്സ്, അതായത് നമ്മുടെ മാഡ്ഡോഗ് ആൽഫ, അത് വർക്ക് ചെയ്യുന്നുണ്ട്. മാഡ്ഡോഗ് ആൽഫ വെച്ചിട്ടായിരിക്കും ഇനി ആ റൈഡ് മിക്കവാറും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലമൊക്കെ സോൾവ് ആയി, വണ്ടി ഫുള്ളി റെഡിയായി. ഞാൻ അവരോടൊന്ന് റിക്വസ്റ്റ് ചെയ്തു, ഒന്ന് പറ്റുമെങ്കിൽ കുറച്ച് വാട്ടർ വാഷും കൂടെ ചെയ്ത്. എന്തായാലും വെരി ഹാപ്പി വിത്ത് ബെൻലി സർവീസ് ദോംലൂർ ബാംഗ്ലൂർ. They took my request. They went out of the way actually to get a component അവരുടെ കയ്യിൽ ഇല്ലാത്ത തന്നെ എവിടുന്നോ ഔട്ട്സൈഡ് മാർക്കറ്റിൽ നിന്ന് അവരത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫിറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് ഫുൾ എന്നെയും കൊണ്ട് ടെസ്റ്റ് റൈഡ് ചെയ്യിപ്പിച്ച് വെരി ഹാപ്പി വിത്ത്. സമയം 6:40 11th August. സോ ഐ എം ഫിനിഷിങ് മൈ വ്ളോഗ് ഫോർ ദ ഡേ ഹിയർ. സത്യത്തിൽ പല ഇൻസ്റ്റൻസസ്, ടെൻഷൻ, ആങ്സൈറ്റി, ഇതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ തന്നെയാണ് അത് അനുഭവിക്കുന്നത്. എനിക്ക് തന്നെ അത് ഷൂട്ട് ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന ഒരു വലിയൊരു ഡൈക്കോട്ടമിയാണ്. ബട്ട് മൈ ബൈക്ക് ഹിയർ നൗ ഇസ് ഫുള്ളി റെഡി. നാളെ ലഡാക്കിലേക്കുള്ള റൈഡ് കണ്ടിന്യൂ ആണ്. ദർ വാസ് എ ടൈം എനിക്ക് തോന്നി ദാറ്റ് ഈ റൈഡ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി വിട്ടിട്ട് തിരിച്ച് കൊച്ചിക്ക് ലഗേജ് എല്ലാം തൂക്കിക്കൊണ്ട് പോകേണ്ടി വരും. ബിക്കോസ് സ്പെയർസ് ഇവരുടെ കയ്യിലില്ല. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ദെൻ ദേ ഡിഡ് സംതിങ്. ദേ വർ ഏബിൾ ടു ഗോ ഔട്ട് ഓഫ് ദ വേ ആൻഡ് ഗെറ്റ് വൺ എക്സ്ട്രാ സ്പെയർ ഫ്രം സം ഷോപ്പ് and just get it done so that our wire is all now correct, fully fit, so that I can go and come back and there won't be any more issues. Guys, thanks for staying till here. See you in the next vlog. Tomorrow we will take our bike and we'll continue to Ladakh, but we are going the Hyderabad route. So until tomorrow.